ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ കലക്കിയിട്ടുണ്ട്. കാരണം ഒരുപാട് പേർ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് ഇന്ന് ലാലേട്ടൻ ജാസ്മിനോടും ഗബ്രിയോടായിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിനുള്ള മറുപടിയായിട്ട് ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗബ്രി ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം ഗബ്രിയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത് പൂജയാണ്. മാത്രമല്ല സിബിനും പൂജയൊക്കെ ഈ ഇവരുടെ റിലേഷനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ലാലേട്ടനോട് അവസാനം പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ജാസ്മിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ആഴ്ചയായിട്ട് മൂഡ് ഓഫ് ആണല്ലോ, എന്താണ് കാരണം എന്നൊക്കെ. അപ്പൊ ജാസ്മിൻ പറഞ്ഞത്, ലാലേട്ടൻ ഈ വരുമ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആണോ എന്ന് സംശയമാണ്. അതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. പിന്നെ വൈൽഡ് കാർഡ് എന്നോട് പെരുമാറുന്ന ആറ്റിറ്റ്യൂഡിലുള്ള ഡിഫറൻറ്റ് അതൊക്കെ കാണുമ്പോഴുള്ള ടെൻഷനൊക്കെ കൊണ്ടാണ് ഞാൻ മൂഡ് ഓഫ് എന്നാണ് ലാലേട്ടനോട് ജാസ്മിൻ പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം ജാസ്മിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഗബ്രിയായിട്ടുള്ള റിലേഷൻ എന്താണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞു തരണമെന്ന്. അപ്പോൾ അതിനായിട്ട് ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ പറഞ്ഞത്, ഗബ്രിയോട് എനിക്കിഷ്ടമാണ്. ഗബ്രിയോട് എനിക്ക് ഇഷ്ടം മാത്രമല്ല, സ്നേഹമാണ്. പക്ഷെ പ്രണയത്തിലാകുമ്പോൾ എന്നറിയില്ല. പ്രണയത്തിലാകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഗെയിം പ്ലാനാണെന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു ദിവസം കൊണ്ട് വന്നതല്ല. ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് ദിവസം കഴിയുന്തോറും മാറ്റം വന്നു. സ്നേഹവും കണക്ഷനൊക്കെ കൂടി. പ്രണയത്തിലെത്താതെ പിടിച്ചു നിർത്തുകയാണ്. അതിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് ഒന്നല്ല. അവസരത്തിന് വേണ്ടി അവനെ മുതലാക്കുന്നുമില്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത്. അപ്പോൾ ഗബ്രിയോട് എനിക്കിഷ്ടമാണ്. അത് പ്രണയാകാതെ നോക്കും. അതെന്റെ ഇഷ്ടമാണ്. അവനിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ജാസ്മിൻ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രേക്ഷകരുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചോദിച്ചതെന്ന് കൂടി ലാലേട്ടൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഗബ്രി യുടെ ഈ ഒരു റിലേഷനെ കുറിച്ച്, അതായത് ഗബ്രി ജാസ്മിൻ റിലേഷനെ കുറിച്ചിട്ട് പൂജയോടും സിബിനോടും കൂടി നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ സിബിൻ പറഞ്ഞത് ഇത് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണെന്നാണ്. പക്ഷെ പൂജ പറഞ്ഞത് ഇത് ഇവർ തമ്മിലുള്ള കണക്ഷൻ അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ്. മാത്രമല്ല ഫിസിക്കൽ ടച്ചിലൂടെയാണ് പുറത്തുള്ള പെൺസുഹൃത്തുക്കളോടുള്ള സ്നേഹം ഗബ്രി കാണിക്കുന്നതെന്ന് മുമ്പ് പൂജയോട് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് പൂജ പറഞ്ഞത്. അപ്പോ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എല്ലാരോടും ഗബ്രി കാണിക്കുന്നത് സെയിം തന്നെയാണ്. അതുകൊണ്ട് പൂജയ്ക്ക് വിശ്വാസമില്ല. പൂജയ്ക്ക് പറയുന്നത് അവർ തമ്മിലുള്ള റിലേഷൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെയാണ്. മാത്രമല്ല റസ്മിനോടും ജാസ്മിനെ പോലെ തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒരു ടച്ചിങ് ഒക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് ഗബ്രി ഇത് ഗബ്രി ചോദിക്കുന്നത്, റസ്മിനോട് കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ അതൊന്നും സംസാരിക്കുന്നില്ല, ജാസ്മിനോട് കാണിക്കുമ്പോൾ മാത്രം എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് ഗബ്രി ചോദിച്ചതായിട്ട് പൂജ പറയുന്നുണ്ട്. അപ്പോ ഈ ഗബ്രിയുടെ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ക്ലാരിഫിക്കേഷനെ കുറിച്ച് ലാലേട്ടൻ കുറച്ച് ക്ലിപ്പൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കുന്നത്. അതായത് അവർ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് സംസാരിക്കുന്ന 2, 3 ക്ലിപ്പ് അതില് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഗബ്രിയോട്, നിനക്ക് എന്നോട് സ്നേഹാണോ എന്നൊക്കെ. പക്ഷെ ഗബ്രി പറഞ്ഞത്, എനിക്ക് നീ ഒരു ഫ്രണ്ടിനെ പോലെയാണ്, ബോയ് ഫ്രണ്ടിനെ പോലെയാണ്, ഭർത്താവിനെ പോലെ എന്നൊക്കെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് ഗബ്രിക്ക് തന്നെ ഒരു ഉത്തരം കിട്ടാത്ത ഒരവസ്ഥയാണ്. അവസാനം ഗബ്രി കരഞ്ഞു പോകുന്ന ഒരു സീനും കൂടി ഈ ഒരു ലൈവിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവർ തമ്മിലുള്ള ഇഷ്ടം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. ജാസ്മിന് ഇഷ്ടമുണ്ട്. പക്ഷെ പ്രണയത്തിലെത്താതെ സൂക്ഷിക്കുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അവർ തമ്മിലുള്ള കണക്ഷന് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ദൃഢമാവുമോ അതോ ബ്രേക്കപ്പ് ആവുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. പക്ഷെ പ്രേക്ഷകർക്ക് ഇതുവരെ ഇതിനെക്കുറിച്ചൊരു ശരിക്കുള്ള ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. ലാലേട്ടന് ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷെ ഇവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടാത്തിടത്തോളം കാലം അവരുടെ ബന്ധത്തിൽ എപ്പോഴും സംശയമാണ് പ്രേക്ഷകർക്ക്.